ഹായ്, ഞാൻ അപ്പളാട്ടോ എത്തുന്നത്. ഇപ്പോൾ സമയം എത്രയായി? 2:30 എന്ന് വെച്ചാൽ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് എത്തിയത്. മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം എത്തിയിട്ടുള്ളൂ. ഇവൻ ഓൾറെഡി പ്രിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ കേട്ടോ. എന്താ ഇവിടെ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ചോണ്ട് വലിയൊരു പ്രശ്നമില്ല കേട്ടോ. ലേറ്റ് ആയാലും നമുക്ക് എന്താ പറയുക, പണികളൊക്കെ നടക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ ആ റൂമിലേക്ക് കൊണ്ടുവെക്കട്ടെ കേട്ടോ. ഇത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത് അവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇന്നും ഓട്ടോ വന്നില്ല കേട്ടോ. ഓട്ടോ അപ്പോൾ ഭയങ്കര ലേറ്റാണ്. ഓട്ടോ ലേറ്റ് വന്നാൽ മാത്രമല്ല, അതായത് നമുക്ക് എന്താ ഫ്രെയിം സെറ്റാക്കി തരുന്ന ആളെ ഓരും കുറച്ച് ലേറ്റായിട്ടാണ് ഫ്രെയിം റെഡിയാക്കൽ. അപ്പം അവിടെ ലേറ്റ് എന്താ ടൈം അനുസരിച്ച് സെറ്റ് ആവുന്നില്ല. നമുക്ക് എന്താ വെച്ചാൽ ഡിസ്പാച്ച് 6 മണിയൊക്കെ ആകുമ്പോഴത്തേ ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഫ്രെയിം എത്തുന്നില്ല. അതാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എന്താ പറയുക, നമുക്ക് ഇന്ത്യ പോസ്റ്റൊക്കെ അയക്കണമെന്നൊക്കെയാണ് നോക്കുന്നത്. കാരണം ഇന്ത്യ പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടൈം വലിയ ഇഷ്യൂ. പക്ഷേ DTDC ആകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നുകൂടി സ്പീഡിൽ കിട്ടും. ഇന്ത്യ പോസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ കൊണ്ടുവച്ചാൽ അന്ന് കണ്ടില്ല ഒരു അയക്കാണ്ടൊക്കെ നിന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കട്ടെ. ഇവിടെ കുറച്ച് ഫ്രെയിം ഉണ്ട്, അതായത് കുറച്ച് ചെയ്ത് വെച്ച സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതയക്കാം. ഇനി അഥവാ അത് അയക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ, ഓട്ടോ നേരത്തെ വരികയാണെങ്കിൽ നമുക്കത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കട്ടെ അതാണ് ചെയ്യാനുള്ളതെന്നില്ല. പിന്നെ രാവിലെ എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ ചെറുതായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇപ്പം തന്നെ 2:30-3 മണി ആവാനായി. അപ്പോൾ ആ ടൈം തൊട്ട് ഒരു 6 മണി 6:30 വരെയുള്ള സാധനം മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അപ്പം അത് നോക്കട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണിയാണ് കഴിച്ചു തരണം. അപ്പോൾ എനിക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ട്, 12 മണിക്കൊട്ടും കഴിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് കുറച്ച് ചൂടൊക്കെ തടഞ്ഞപ്പോൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച്. അങ്ങനെ നാളെ ഉച്ചയ്ക്കും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ തയ്യൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വന്നവണ്ണം ചൂടായി കഴിച്ചോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. എനിക്ക് പിന്നെ വിശക്കാത്തതുകൊണ്ട് ഇത് ഞാൻ തിന്നില്ല. നല്ല ബിരിയാണിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ബോട്ടിൽ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മളെ ഇങ്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാമായി. ഇതിലിപ്പോൾ യെല്ലോ ഉണ്ട് ഇവിടെ, അതുപോലെ LC ഉണ്ട്, പിന്നെ ഇതുള്ള മജന്തയാണ് തോന്നുന്നു. മജന്തിയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ബ്ലാക്ക് വാങ്ങിക്കണം, വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കണം. അപ്പോൾ 3 സാധനം വാങ്ങിയാലാണ് ബാക്കിയുള്ള പ്രിൻ്റ് ഇടാൻ പറ്റുക. അതിങ്ങനെ കഴിഞ്ഞ് അറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങട്ടെ. അതിനിപ്പോൾ പോട്ടർ ഇടണം. ഇന്നലെ അതിൻ്റെ ഷോപ്പ് തുറന്നില്ല കേട്ടോ. കാരണം പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ലീവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വാങ്ങാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നെന്തായാലും വാങ്ങണം. അപ്പോൾ അത് ഇവിടെ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പാക്കിംഗ് എല്ലാം ഫ്രെയിം ആക്കണം. ഇത് 3 സാധനം ആക്കാണ്ട്. ഇവിടെ A4 ഒക്കെ സെറ്റാക്കി വെച്ചതുണ്ട് കുറച്ച്. അങ്ങനെയാണ്. എന്താ പറയണ്ടോ? എന്താ പറയാ, എത്തിയില്ല കേട്ടോ. അതുകൊണ്ട് 3 ഇന്ന് DTDC അയക്കാവുള്ളൂ. ബാക്കി ഫ്രെയിം എത്തിയിട്ടേ അയക്കാൻ പറ്റുള്ളൂ. പുറത്ത് മഴയില്ല കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കി കാണുന്നില്ല. ഇന്ന് മഴയൊന്നുമില്ല, വലിയ സീനില്ല. അപ്പം നമ്മൾ ഇറങ്ങിട്ടോ. എന്താണെന്ന് വെച്ചാൽ മഴയൊന്നുമില്ല. പിന്നെ ഇതുവരെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പം നമ്മൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രെയിം ഇതുവരെ എത്തിയില്ല. അപ്പം മൂപ്പർക്ക് മെസ്സേജ് അയച്ചാൽ കണ്ടില്ല. അപ്പം ജസ്റ്റ് അവിടെ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. അപ്പം മൂപ്പര് ഫ്രെയിം ഇങ്ങോട്ട് വിട്ടുണ്ടോ എന്താ അറിയില്ല. അപ്പം എന്താ വെച്ചാൽ അവിടെ പോയി നോക്കാൻ വിചാരിച്ച്. ഞാൻ അവിടെ ഫ്രെയിം സെറ്റായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ വെച്ച് ഓട്ടോയിൽ പിന്നെ മൂപ്പര് വിട്ടില്ലാന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഓട്ടോക്കാരനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നോക്കി നോക്കട്ടെ. അപ്പോൾ പോയി നോക്കാൻ വിചാരിച്ച്. ഓൻ്റെ ഫോൺ എടുത്തില്ല. ഓൻ്റെ ഫോണിലാണ് ആളെ നമ്പറൊക്കെ ഉള്ളത്. എൻ്റെ ഫോണിലില്ല നമ്പർ. അതാണ് വേറെ പ്രശ്നങ്ങൾ. അവിടുന്ന് വിളിച്ചപ്പോൾ കിട്ടില്ല. പിന്നെ ഇവിടുന്ന് വിളിക്കാൻ വേണ്ടി ഫോണും ഇല്ല, നമ്പറും ഇല്ല. അതാണ് വേറെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഫ്രെയിം എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓട്ടോ ഏൽപ്പിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതാ ഡിസ്പാച്ചൊക്കെ ചെയ്ത് വന്നിട്ടോ. ഒന്ന് പുറത്തുനിന്ന് വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ചായ കുടിച്ചില്ല, ജ്യൂസൊന്നും കുടിച്ചില്ല. അതുകൊണ്ട് ബിരിയാണി ഉണ്ടല്ലോ, അപ്പോൾ അത് ചൂടാക്കിയിട്ട് തിന്നിട്ട് പോകാൻ വെച്ചാൽ നല്ല വിശക്കുണ്ട്. അപ്പം ഫുഡ് കഴിക്കാതെ അപ്പം ഇന്ന് അതൊക്കെയാണ് മെയിൻ പരിപാടി. ഇന്ന് ഉച്ചക്കാണ് ഞാൻ ഇവിടെ ഉച്ചക്കാണ് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അത്രേ ഉണ്ടായിട്ടുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ വീട്ടിൽ കാണാം.